ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പേരൻസിനായാലും ടീച്ചേഴ്സിനായാലും ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് എങ്ങനെ ഫോൺ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം, അതേപോലെ സ്കൂൾ ഐ ഡി എങ്ങനെ മൊബൈൽ ഫോണിൽ ആഡ് ചെയ്യാം എന്നുള്ള ഓരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമായി നമ്മുടെ സ്കൂൾ ഐ ഡി അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഐ ഡി എങ്ങനെ ഫോണിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണാം, നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആയിരിക്കും ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ടാവുക. സോ റൈറ്റ് സൈഡിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കാണാനായിട്ട് സാധിക്കും ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള സ്കൂൾ ഐ ഡി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം പാസ്വേഡ് അടിക്കുക. ഓക്കെ, പാസ്വേഡ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഐ ഡി മെയിലിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണിപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ സ്കൂൾ ഐ ഡി. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രധാനമായും ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒന്ന് ഗൂഗിൾ ക്ലാസ് റൂം, അതേപോലെ ഗൂഗിൾ മീറ്റ്, അതേപോലെ ഗൂഗിൾ കലണ്ടർ, ഗൂഗിൾ ഡ്രൈവ്, ഇവയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനമായും ഗൂഗിൾ മീറ്റും ഗൂഗിൾ ക്ലാസ് റൂമും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് വന്നിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ മീറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇനി ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ അകത്തേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചോദിക്കും ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഗൂഗിൾ മീറ്റിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അവിടെ നിന്ന് നമ്മുടെ സ്കൂൾ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിലെ മെനു ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതെൻ്റെ സ്കൂൾ ഐ ഡി ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഐ ഡി ആണ് സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കൂൾ ഐ ഡി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്നും നമുക്ക് നമ്മുടെ സ്കൂൾ ഐ ഡീസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെ ഒരു മീറ്റിംഗ് ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് മീറ്റിനകത്തേക്ക് എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒരു മീറ്റിംഗ് ലിങ്ക് നമുക്ക് മെയിൽ വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പ് വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇവിടെ എനിക്കൊരു മീറ്റിംഗ് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ഗൂഗിൾ മീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ ഗൂഗിൾ മീറ്റിനകത്തേക്ക് ലോഗിൻ ആവും. ഓക്കെ, ഇപ്പോൾ ആ മീറ്റിനകത്തേക്ക് നമ്മളിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്യാമറ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യാം. അതേപോലെ മ്യൂട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് മ്യൂട്ട് ആക്കാനായിട്ടും സാധിക്കും. എന്നിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട്, ജോയിൻ മീറ്റിംഗ്, പ്രസൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. അവിടെ ജോയിൻ മീറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അടിയിൽ നമുക്ക് കാണാം നമ്മൾ ഏത് യൂസർ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ എൻ്റെ സ്കൂൾ ഐ ഡി ആണ് ഉള്ളത്. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സ്വിച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മുടെ
സ്കൂൾ ID സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ജോയിൻ മീറ്റിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ മീറ്റിനകത്തേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിനകത്തേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഒരു മീറ്റിങ്ങിൽ നിന്നും ലെഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിലെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മീറ്റിങ്ങിൽ നിന്നും ലെഫ്റ്റ് ആവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു മീറ്റിംഗ് ലിങ്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിന്നും ഈ മീറ്റിംഗ് കോഡ് മാത്രം കോപ്പി ചെയ്യാം. എന്നിട്ട് ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മീറ്റിംഗ് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് ഈ മീറ്റിംഗ് കോഡ് ഒഴികെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അതായത് ബാക്ക് സ്പേസ് അടിച്ച് കളയാം. ആ മീറ്റിംഗ് കോഡ് മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ജോയിൻ മീറ്റിംഗ് ഉപയോഗിച്ച് ആ മീറ്റിങ്ങിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റുഡൻസിനെ മെയിൽ വഴി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ ക്ലാസ് റൂമിനകത്തേക്ക് ലോഗിൻ ചെയ്യാം എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. സോ അതിനാദ്യം സ്റ്റുഡൻറ്റ് ഗൂഗിൾ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ മെയിൽ നമ്മുടെ മെയിലിലാവും വന്നിട്ടുണ്ടാവുക. സോ അത് ഓപ്പൺ ചെയ്യാം. അതിന് ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ID നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ഇൻവിറ്റേഷൻ മെയിൽ കാണാനായിട്ട് സാധിക്കും. അത് ഓപ്പൺ ചെയ്യാം. അത് ഇങ്ങനെയാവും ഉണ്ടാവുക. ഇതിൽ നമുക്ക് കാണാം ടീച്ചറെ നെയിമും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ജോയിൻ എന്നുള്ളൊരു ബട്ടണും കാണാനായിട്ട് സാധിക്കും. അതിൽ ജോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലാസ് റൂമിൻ്റെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്ലാസ് റൂം ഓപ്പൺ ആയിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കും ഏത് ID നിന്നാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നേരത്തെ ആഡ് ചെയ്ത സ്കൂൾ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ക്ലാസ്സിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ടീച്ചർ ഇൻവൈറ്റ് ചെയ്ത ക്ലാസ് റൂമിനകത്തേക്ക് ഞാൻ മെയിൽ വഴി ജോയിൻ കൊടുത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം സ്ട്രീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലാസ് വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പീപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രീമിനകത്ത് നമുക്ക് ഏത് ടീച്ചേഴ്സ് എന്തെങ്കിലും മെസ്സേജോ അതേപോലെ വേറെ സ്റ്റുഡൻസ് എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതെല്ലാം നമുക്ക് എന്തെങ്കിലും മെസ്സേജ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് എന്തെങ്കിലും ടീച്ചർ അസൈൻമെൻറ്റോ കാര്യങ്ങളോ ക്ലാസ് വർക്കോ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് വർക്ക് എന്നുള്ള ഓപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ എനിക്കൊരു അസൈൻമെൻറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്, ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അതിന് എത്ര പോയിൻ്റാണ്, 100 പോയിൻ്റ് ഉണ്ട്. അതിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് ഇവിടെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെ നിന്നാണോ അറ്റാച്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മാർക്ക് ആസ് ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചറിന് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ വർക്ക് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പീപ്പിൾ എന്നുള്ള സെക്ഷനിലേക്ക് വന്നാൽ കാണാം ഇവിടെ ഇപ്പോൾ ടീച്ചേഴ്സ്, ഈ ക്ലാസ് റൂമിൽ ഏത് ടീച്ചറാണോ ക്ലാസ് എടുക്കുന്നത് ആ ടീച്ചറിൻ്റെ നെയിമും കാണാനായിട്ട് സാധിക്കും. അതേപോലെ ആ ടീച്ചറിന് മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ മെയിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മെയിൽ അയക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ
നമുക്ക് ഇവിടെ മുകളിലായി കാണാനൊരു ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് നിന്നിട്ട് തന്നെ ഗൂഗിൾ മീറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ മീറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ ഇനി ഇൻവിറ്റേഷൻ മെയിൽ ഉപയോഗിച്ചിട്ടല്ല, ഗൂഗിൾ ക്ലാസ് റൂം കോഡ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ, ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ജോയിൻ ക്ലാസ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ് കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ജോയിൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ആ ജോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. ഇവിടെയും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. മുകളിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്കൂൾ ID വെച്ചിട്ട് തന്നെയാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ.